BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. ദുബായിൽ നടക്കുന്ന അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ ബഹ്റൈന് 2 പുരസ്കാരങ്ങൾ. മിഡിൽ ഈസ്റ്റിലെ പ്രമുഖ വിവാഹ ലക്ഷ്യസ്ഥാനം 2024 അവാർഡ് ബഹ്റൈൻ കരസ്ഥമാക്കി. കുറച്ചു വർഷങ്ങളായി നിരവധി ആഡംബര വിവാഹങ്ങൾക്ക് ബഹ്റൈൻ വേദിയായിരുന്നു. ബഹ്റൈനിലെ ടൂറിസം വികസനവും മനോഹരമായ കടൽത്തീരവും അടിസ്ഥാന സൗകര്യങ്ങളുമാണ് വൻ വിവാഹ പാർട്ടികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. എക്സിബിഷൻ വേൾഡ് ബഹ്റൈൻ മിഡിൽ ഈസ്റ്റിലെ പ്രമുഖ ലാർജ് സ്കെയിൽ വെഡ്ഡിംഗ് വേദി 2024 അവാർഡും നേടി. അഭിമാനകരമായ നേട്ടമാണ് രാജ്യം കൈവരിച്ചതെന്നും ടൂറിസം വികസനത്തിന് കരുത്ത് പകരുന്നതാണ് അവാർഡുകളെന്നും ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി ചീഫ് എക്സിക്യൂട്ടീവ് സാറ ബൂജി പറഞ്ഞു. ദുബായിൽ നടന്ന ചടങ്ങിൽ സാറ അഹമ്മദ് ബൂജി 2 അവാർഡുകളും ഏറ്റുവാങ്ങി. മാധ്യമ സ്വാതന്ത്ര്യ ദിനാചരണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ മുഴുവൻ മാധ്യമ പ്രവർത്തകർക്കും ക്യാബിനറ്റ് ആശംസകൾ നേർന്നു. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് വലിയ അവസരമാണ് ബഹ്റൈൻ നൽകിയിട്ടുള്ളത്. നിയമത്തെ മാനിച്ചുകൊണ്ട് എല്ലാ ജനകീയ പ്രശ്നങ്ങളിലും ഇടപെടാനും അധികൃതരുടെ ശ്രദ്ധ ക്ഷണിക്കാനും മാധ്യമ പ്രവർത്തകർക്ക് സാധിച്ചു. ഏറ്റുമുട്ടലിന് പകരം പരസ്പര സഹകരണത്തിന്റെയും ഒത്തൊരുമയുടെയും സന്ദേശമാണ് ബഹ്റൈൻ മാധ്യമ പ്രവർത്തന മേഖലയെ വേറിട്ട് നിർത്തുന്നത്. പരിസ്ഥിതി വിഷയങ്ങളിൽ കൂടുതൽ താൽപര്യത്തോടെയാണ് ബഹ്റൈനിലെ മാധ്യമ പ്രവർത്തകർ മുന്നോട്ടു പോകുന്നതെന്നും ക്യാബിനറ്റ് വിലയിരുത്തി. മാധ്യമപ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളും രാജ്യത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന സേവനത്തിനും രാജ്യത്തിന്റെ യശസ്സ് ഉയർത്താൻ നടത്തുന്ന ശ്രമങ്ങൾക്കും പ്രത്യേകം അഭിവാദ്യം നേരുകയും ചെയ്തു. 6ാമത് ഷൂറ കൗൺസിലിന്റെയും പാർലമെന്റിന്റെയും രണ്ടാം ഘട്ട തുടങ്ങുന്നതിന് രാജാവ് ഹമദ് ബിൻ ഈസ അംഗീകാരം നൽകിയതും നിയമനിർമ്മാണ സഭകളും എക്സിക്യൂട്ടീവും തമ്മിലുള്ള ശക്തമായ സഹകരണം ഏറെ പ്രതീക്ഷ നൽകുന്നതാണെന്നും ക്യാബിനറ്റ് വിലയിരുത്തി. ബഹ്റൈനും ബ്രിട്ടനും തമ്മിൽ നിലനിൽക്കുന്ന ബന്ധം കൂടുതൽ ശക്തമാക്കാൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ സന്ദർശനം വഴിവെച്ചതായും ക്യാബിനറ്റ് വിലയിരുത്തി. പ്രിൻസ് ചാൾസ് മൂന്നാമനുമായി നടത്തിയ കൂടിക്കാഴ്ചയും ചർച്ചയും റോയൽ വിൻസർ എക്സിക്യൂട്ടീവ് മത്സരത്തിൽ രാജാവ് ഹമദ് ബിൻ ഈസ് അൽ ഖലീഫയ്ക്ക് പകരം പ്രിൻസ് സൽമാൻ പങ്കെടുത്തതും ശ്രദ്ധേയമായിരുന്നു. കിരീടാവകാശിക്ക് നൽകിയ മനം നിറഞ്ഞ സ്വീകരണത്തിനും മികച്ച ആതിഥ്യ മര്യാദയ്ക്കും ബ്രിട്ടന് ക്യാബിനറ്റ് പ്രത്യേകം നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു. റോയൽ വിൻസർ എക്സിക്യൂട്ടീവ് മത്സരത്തിൽ ബഹ്റൈന്റെ സാന്നിധ്യം മികച്ച പങ്കാളിത്തവും ആകർഷിക്കപ്പെട്ടു. സൗദി രാജകുടുംബാംഗം പ്രിൻസ് ബന്ദർ ബിൻ അബ്ദുൽ മുസിൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദിന്റെ നിര്യാണത്തിൽ സൗദി ഭരണാധികാരി കിങ് സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ്, കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ് എന്നിവർ അനുശോചനം അറിയിച്ചു. അല്ലൻ ഭരണാധികാരിയുടെ പ്രതിനിധി ഷെയ്ഖ് തഹ്നൂർ ബിൻ മുഹമ്മദ് അൽ നഹ്യാന്റെ നിര്യാണത്തിലും ക്യാബിനറ്റ് അനുശോചിച്ചു. അന്താരാഷ്ട്ര നഴ്സസ് ദിനാചരണത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നഴ്സുമാർക്കും ക്യാബിനറ്റ് അഭിവാദ്യങ്ങൾ നേർന്നു. ഉത്തരവാദിത്തബോധത്തോടെ രോഗികളെ പരിചരിക്കുന്നതിലും അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കുന്നതിലും നഴ്സുമാർ വഹിക്കുന്ന പങ്ക് വലുതാണെന്നും ക്യാബിനറ്റ് വിലയിരുത്തി. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ നടത്തിയ പ്രതീക്ഷിത സമരത്തിൽ രാജ്യത്താകെ വിമാന സർവീസുകൾ മുടങ്ങിയതോടെ ബുദ്ധിമുട്ടിലായവരിൽ ബഹ്റൈനിൽ നിന്നുള്ള യാത്രക്കാരും. ഇന്നലെ ഉച്ചയ്ക്ക് 1:20 ബഹ്റൈനിൽ നിന്ന് പുറപ്പെടേണ്ട കോഴിക്കോട്ടേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമടക്കം റദ്ദാക്കിയതിൽ പെടുന്നു. ഇതിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്ന യാത്രക്കാർക്ക് ടിക്കറ്റ് റീഫണ്ട് ചെയ്യാമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ സർവീസ് ലഭ്യമായ മറ്റൊരു തീയതിയിലേക്ക് ബുക്കിംഗ് മാറ്റാവുന്നതാണെന്നും അറിയിപ്പിൽ പറയുന്നു. കോഴിക്കോട് നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് 12:40 എത്തേണ്ട വിമാനവും റദ്ദാക്കിയിരുന്നു. ഇത് മുടങ്ങിയത് നിരവധി യാത്രക്കാരെ പ്രയാസത്തിലാക്കി. അത്യാവശ്യമായി ജോലിയിൽ പ്രവേശിക്കേണ്ടവരടക്കം ഈ വിമാനത്തിൽ യാത്രയ്ക്കായി ഉണ്ടായിരുന്നു. ഇന്നലെ പുറപ്പെടേണ്ട ഡൽഹി എക്സ്പ്രസ് വിമാനം ഇന്നലെ പുലർച്ചെ 6-നാണ് ബഹ്റൈനിൽ നിന്ന് പുറപ്പെട്ടത്. യാത്ര മുടങ്ങിയതോടെ പലയിടത്തും കനത്ത പ്രതിഷേധമുയർന്നിരുന്നു. ജീവനക്കാർ കൂട്ടത്തോടെ അസുഖാവധിയെടുക്കുകയായിരുന്നു. അന്താരാഷ്ട്ര ആഭ്യന്തര സർവീസുകൾ ഉൾപ്പെടെ 79 സർവീസ് മുടങ്ങിയതായാണ് റിപ്പോർട്ട്. അലവൻസ് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ജീവനക്കാരുടെ സമരമെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 300ഓളം സീനിയർ ക്യാബിൻ ക്രൂ അംഗങ്ങൾ സർവീസുകൾക്ക് തൊട്ടു മുൻപായി അസുഖാവധിയെടുത്ത് സമരം ചെയ്യുകയായിരുന്നു. കുട്ടികളെ മർദ്ദിച്ച മാതൃപിതാവിനെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസം 2 കുട്ടികളുടെ കൈകളിൽ അടിയേറ്റ പാടുകൾ അധ്യാപികയുടെ ശ്രദ്ധയിൽപ്പെടുകയും ഇത് സംബന്ധിച്ച വിവരങ്ങൾ തേടുകയും ചെയ്തിരുന്നു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നിന്നുള്ള പരാതി പ്രകാരം അഹമ്മദ് ടൗൺ പോലീസ് അന്വേഷണം നടത്തുകയും ഗാർഹിക പീഡനമുണ്ടായിട്ടുണ്ടെന്ന് തെളിയിക്കുകയും ചെയ്തു. മുതിർന്ന കുട്ടിയോട് വിശദമായി അന്വേഷിച്ചപ്പോഴാണ് മാതൃപിതാവ് വീട്ടിൽ നിന്ന് അടിച്ചതായി പറഞ്ഞത്. ഉടൻ തന്നെ പബ്ലിക് പ്രോസിക്യൂഷനെ അറിയിക്കുകയും പ്രതിയെ പിടികൂടി ചോദ്യം ചെയ്യുകയും കുട്ടികളെ മർദ്ദിച്ചതായി അംഗീകരിക്കുകയും ചെയ്തു. പ്രതിയെ നിയമ നടപടികൾക്കായി റിമാൻഡ് ചെയ്തു.
സമസ്ത ബഹ്റൈൻ മനാമ ഇർഷാദുൽ മുസ്ലിമിൻ മദ്രസയിൽ നടന്നു വരാറുള്ള പ്രതിവാര ക്ലാസുകൾ റമദാനിന് ശേഷം പുനരാരംഭിച്ചു. ക്ലാസുകളുടെ ഭാഗമായി പുരുഷന്മാരുടെ ഖുർആൻ ഹാദിസ് ക്ലാസുകളുടെ ഉദ്ഘാടനം സമസ്ത ബഹ്റൈൻ പ്രസിഡന്റ് സയ്യിദ് ഫഖ്റുദ്ദീൻ കോയ തങ്ങൾ നിർവഹിച്ചു. സമസ്ത ബഹ്റൈൻ ജനറൽ സെക്രട്ടറി SM അബ്ദുൽ വാഹിദ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സമസ്ത ബഹ്റൈൻ കോർഡിനേറ്റർ അഷ്റഫ് അൻവരി ചേലക്കര സ്വാഗതവും സമസ്ത ബഹ്റൈൻ വൈസ് പ്രസിഡന്റ് ഹാഫിസ് ഷറഫുദ്ദീൻ മൗലവി കറാവത്തും ഫാസിൽ വാഹി നന്ദിയും പറഞ്ഞു. പുരുഷന്മാർക്കായി എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 ഖുർആൻ ക്ലാസും ബുധനാഴ്ച രാത്രി 9:30 ഫഹീദ് ക്ലാസും നടക്കും. കൂടാതെ ഞായറാഴ്ചകളിൽ രാവിലെ 10 മണി മുതൽ സ്ത്രീകൾക്കായുള്ള ഖുർആൻ ക്ലാസും എല്ലാ ഞായറാഴ്ചയും ബുധനാഴ്ചയും സുബഹി നമസ്കാരത്തിന് ശേഷം സൂം ഓൺലൈൻ വഴി വിജ്ഞാന സദസ്സും എല്ലാ തിങ്കളാഴ്ച രാത്രി 7:30 ഫാമിലി ക്ലാസും നടക്കും. ഖുർആൻ ക്ലാസുകൾക്ക് ഹാഫിസ് ഷറഫുദ്ദീൻ മൗലവിയും ഹദീസ് ക്ലാസുകൾക്ക് ഫാസിൽ വാഹിയും മറ്റ് ക്ലാസുകൾക്ക് സയ്യിദ് ഫഖ്റുദ്ദീൻ കോയ തങ്ങളും നേതൃത്വം നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് 3433222269 എന്ന നമ്പറിലോ 33450553 എന്ന നമ്പറിലോ 39533273 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. ബഹ്റൈൻ കണ്ണൂർ സിറ്റി കൂട്ടായ്മ ഈദ് മീറ്റ് 24 എന്ന പേരിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. KCT ബിസിനസ് ഹാളിൽ നടന്ന പ്രോഗ്രാമിൽ ബഹ്റൈൻ കണ്ണൂർ സിറ്റി കൂട്ടായ്മ വനിതാ വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ അംഗങ്ങൾ വിവിധങ്ങളായ കലാപരിപാടികൾ അവതരിപ്പിച്ചു. 42 വർഷത്തെ പ്രവാസ ജീവിതം പൂർത്തിയാക്കിയ അംഗം V അഷ്റഫിനെ മെമന്റോ നൽകി ആദരിച്ചു. സാമൂഹിക സേവന മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് മൂസക്കുട്ടി ഹാജി എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് വേണ്ടി സൈനുദ്ദീൻ കണ്ടിക്കലിൽ നിന്ന് ആദരം ഏറ്റുവാങ്ങി. റമദാൻ മെഗാ ക്യൂസിന്റെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഫൈസൂഖ് ചക്കൻ അധ്യക്ഷത വഹിച്ച സ്നേഹസംഗമത്തിന് ME റയീസ് സ്വാഗതം പറഞ്ഞു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സൈനുദ്ദീൻ കണ്ടിക്കൽ, അൻസാരി, മഷൂദ്, നൌഷാദ് കണ്ടിക്കൽ, റംഷി, റഫ്സി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. PK നസീർ സ്റ്റേജ് പരിപാടികൾ നിയന്ത്രിച്ചു. സിദ്ദീഖ് നന്ദി പറഞ്ഞു. +1 ഏകജാലക പ്രവേശനത്തിന് മെയ് 16 മുതൽ 25 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. മെയ് 29 ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും. ജൂൺ 5 ആദ്യ അലോട്ട്മെന്റും ജൂൺ 12 രണ്ടാം അലോട്ട്മെന്റും ജൂൺ 19 മൂന്നാം അലോട്ട്മെന്റും പ്രസിദ്ധീകരിക്കും. ജൂൺ 24 +1 ക്ലാസുകൾ ആരംഭിക്കും. കഴിഞ്ഞ വർഷം ജൂലൈ 5 ക്ലാസുകൾ തുടങ്ങിയത്. മുഖ്യഘട്ട അലോട്ട്മെന്റുകൾക്ക് ശേഷം ഒഴിവരുന്ന സീറ്റുകളിലേക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ പൂർത്തിയാക്കി ജൂലൈ 31 പ്രവേശന നടപടികൾ അവസാനിപ്പിക്കും. ഈ വർഷം മുതൽ പ്രവേശന മാനദണ്ഡമായ WGPA തുല്യമായി വരുന്ന സാഹചര്യത്തിൽ പഠന മികവിന് മുൻതൂക്കം നൽകി ഗ്രേസ് മാർക്ക് ഇല്ലാതെയുള്ള അപേക്ഷകനെ റാങ്കിൽ ആദ്യം പരിഗണിക്കും. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന 14 മോഡൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ പ്രവേശനം ഈ വർഷം മുതൽ ഏകജാലക സംവിധാനത്തിലൂടെയാകും. ഇതിനുള്ള ഒറ്റ അപേക്ഷ ഓൺലൈനായി സ്വീകരിച്ച് ഷെഡ്യൂൾ പ്രകാരം അലോട്ട്മെന്റ് നടത്തും. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി J. സിദ്ധാർത്ഥൻ ഒരു രാത്രി മുഴുവൻ സഹപാഠികളുടെ ക്രൂരമർദ്ദനത്തിനിരയായെന്ന് കുറ്റപത്രം. വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറിയെന്ന് ആരോപിച്ച് കുറ്റവിചാരണ നടത്തി വിവാസ്ത്രനാക്കി മർദ്ദിച്ച് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച പ്രാഥമിക കുറ്റപത്രം നിർദ്ദേശത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം CBI ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. അവധിയായിരുന്നതിനാൽ ഫെബ്രുവരി 15 ട്രെയിനിൽ വീട്ടിലേക്ക് പുറപ്പെട്ട് എറണാകുളത്തെത്തിയ സിദ്ധാർത്ഥനെ തിരികെ വിളിച്ചു വരുത്തിയായിരുന്നു കുറ്റവിചാരണയും മർദ്ദനവും. പ്രശ്നങ്ങൾ ഒത്തുതീർക്കാൻ മടങ്ങിയെത്തണമെന്ന് പ്രതികളായ റെഹാൻ ബിനോയും സൗദ് റിസാലും മുഹമ്മദ് ദനീഷും ആവശ്യപ്പെട്ടതിനെ തുടർന്ന് 16 മടങ്ങിയെത്തി. അന്ന് രാത്രി 9 മുതൽ 12 വരെ പ്രതികളായ A. അൽത്താഫ്, EK സൗദ് റിസാൽ, V. ആദിത്യൻ, A. മുഹമ്മദ് ദനീഷ് എന്നിവർ മെൻസ് ഹോസ്റ്റലിന് സമീപത്തെ കുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാണ് വിചാരണ നടത്തിയത്. എന്തോ ശബ്ദം കേട്ടെന്ന് പറഞ്ഞ് അവിടെ എത്തിയ രണ്ടാം പ്രതി സീനിയർ വിദ്യാർത്ഥി RS കാശിനാഥനെ ചില പ്രശ്നങ്ങളുണ്ടെന്ന് മുഹമ്മദ് ദനീഷ് ധരിപ്പിച്ച് മടക്കി അയക്കുകയും ചെയ്തു. എന്നാൽ വീണ്ടും എത്തിയ കാശിനാഥൻ സിദ്ധാർത്ഥനെ മർദ്ദിക്കുകയും ഹോസ്റ്റലിലേക്ക് കൊണ്ടുവരാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഏഴാം പ്രതി അമൽ ഹസാന്റെ മുറിയിൽ 17 പുലർച്ചെ 1 വരെ സിദ്ധാർത്ഥനെ മർദ്ദനത്തിനിരയാക്കി. ഇടിക്കുകയും തൊഴിക്കുകയും ബെൽറ്റ്, കേബിൾ വയർ എന്നിവ കൊണ്ട് ശരീരമാകെ അടിക്കുകയും ചെയ്തു. 18 ഉച്ചയ്ക്ക് 12:30 കുളിമുറിയിലേക്ക് പോയ സിദ്ധാർത്ഥനെ പിന്നീട് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പ്രളയത്തിൽ തകർന്ന NDR ഈസ്റ്റ് പാലത്തിന്റെ നിർമ്മാണത്തിനിടെ അന്തർസംസ്ഥാന തൊഴിലാളികൾ സൈറ്റ് സൂപ്പർവൈസറെ മർദ്ദിച്ച് അവശനാക്കി. മലയാളി തൊഴിലാളികളെ ജോലിക്ക് ഇറക്കിയതിൽ പ്രതിഷേധിച്ചാണ് മർദ്ദനം. ആലുവ സ്വദേശിയായ ബിജു മാത്യുവിനാണ് ക്രൂര മർദ്ദനമേറ്റത്. ചൂടുകൂടിയ സാഹചര്യത്തിൽ ജോലിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഇതുപ്രകാരം ജോലി സമയം നിശ്ചയപ്പെടുത്തി തൊഴിലാളികളോട് രാവിലെ 6 മണി മുതൽ 11 മണി വരെ ജോലി ചെയ്യണമെന്ന് സൂപ്പർവൈസർ ആവശ്യപ്പെട്ടു. എന്നാൽ ഇവർ ഇതിന് തയ്യാറായില്ല. രാവിലെ 8:30 തൊഴിലാളികൾ ജോലിക്കെത്താതെ വന്നതോടെ മിക്സ് ചെയ്ത കോൺക്രീറ്റ് നശിച്ചു പോകുമെന്ന സാഹചര്യത്തിലാണ് പ്രദേശവാസികളായ തൊഴിലാളികളുടെ സഹായം സൂപ്പർവൈസർ ആവശ്യപ്പെട്ടത്. 4 മലയാളി തൊഴിലാളികൾ ജോലിക്ക് ഇറങ്ങിയതോടെ 8ഓളം വരുന്ന അന്തർസംസ്ഥാന തൊഴിലാളികൾ ചേർന്ന് ബിജുവിനെ മർദ്ദിക്കുകയായിരുന്നു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ
മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.